യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം. അതാണ് UDFന്റെ ലക്ഷ്യമെന്ന് ശശി തരൂർ MP. UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞു. ഞങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും നിങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടും കേരളത്തെ നന്നാക്കാൻ വേണ്ടിയിട്ടും UDF വോട്ട് ചെയ്താൽ മതി. അതാണ് ഞങ്ങൾ. യുവാക്കളെ ഇവിടെ നിലനിർത്തണമെങ്കിൽ പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണമെന്നും അതാണ് UDFന്റെ ലക്ഷ്യമെന്നും ശശി തരൂർ MP പറഞ്ഞു. UDF സ്ഥാനാർത്ഥി PC വിശ്വനാഥിന്റെ ഇലക്ഷൻ പ്രചരണാർത്ഥം കുണ്ടറയിൽ ഡയലോഗ് വിത്ത് തരൂർ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇളമ്പള്ളൂർ ഗുരുദേവ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഞാൻ കൊല്ലത്തിലും ബിന്ദു കൃഷിക്ക് വേണ്ടി ഇരിക്കുമ്പോൾ ഒരു യുവ കൺവെൻഷൻ ഉണ്ടായിരുന്നു. ഇവിടെ വിഷ്ണുദാസിന്റെ ഒപ്പം നിങ്ങൾ കണ്ടില്ലേ എത്ര ചെറുപ്പക്കാരായിരുന്നു ഇവിടെ ഇരിക്കുന്നത്. ചിലവര് വോട്ട് ചെയ്യാനുള്ള പ്രായമില്ല, പക്ഷെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യുന്ന പ്രായമുള്ളവര്. അവരെല്ലാവരും ചിന്ത അവര് ഭാവിയാണ്. 4ാം വർഷം LLB പഠിക്കുന്ന ഒരു കുട്ടി, 3ാം വർഷം കോളേജ് പഠിക്കുന്ന ഒരു കുട്ടി, 5ാം വർഷം ആർക്കിടെക്ചർ. ഇവരെല്ലാവരും നാളെ ജോബ് മാർക്കറ്റിൽ ഇറങ്ങുമ്പോൾ എന്താ അവരെ കാത്തിരിക്കുന്നത്? അവർക്ക് തൊഴിലവസരമുണ്ടോ? അവർക്ക് ജീവിക്കാൻ മാർഗമുണ്ടോ? ഈ സംസ്ഥാനം അവർക്ക് വല്ല അവസരങ്ങൾ കൊടുക്കുന്നുണ്ടോ? ഇതെല്ലാം ചോദിക്കാനുള്ള സമയം വൈകി. ഞാൻ പറയുന്നത് നമ്മളുടെ യുവാക്കളെ നമുക്ക് ഇവിടെ നിലനിർത്തുന്നുണ്ടെങ്കിൽ ഒരു പുതിയ രീതി വികസനം കൊണ്ടുവരണം. അതാണ് UDFന്റെ കടമ. ഏത് UDF സർക്കാർ വന്നാലും ഏത് നേതൃത്വം വന്നാലും പിൻവാതിൽ നിയമനങ്ങൾ ഒഴിവാക്കി അർഹതയുള്ളവർക്ക് PSCയിലൂടെ മാത്രം ജോലി നൽകാനുള്ള നടപടികൾ UDF വന്നാൽ കൈക്കൊള്ളുമെന്നും ഇന്നലെയെക്കുറിച്ചല്ല വരും നാളെയെക്കുറിച്ചും യുവതയെക്കുറിച്ചുമാണ് UDF ലക്ഷ്യം വയ്ക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ചിന്തയുമില്ല, ഒരു ഐഡിയയുമില്ല, ഒരു നേരെ മറിച്ച് UDF ഭരണം വന്നാൽ ഞങ്ങൾ ഇവർ ചെയ്ത തെറ്റുകളൊക്കെ കണ്ട ശേഷം ഞങ്ങളെ പുതിയ രീതിയിൽ ഈ സർക്കാരിനെ മെച്ചപ്പെടുത്താൻ വേണ്ടിയാണ്. ഇതാണ് ഞങ്ങളുടെ സന്ദേശം. ഞാൻ എവിടെ പോയാലും ഞാൻ ഇന്നലെ കുറിച്ചല്ല സംസാരിക്കുന്നത്, നാളെ കുറിച്ചാണ്. അതാണ് എന്റെ വിശ്വാസം. നമ്മള് രാഷ്ട്രീയത്തിൽ എന്തിനാണ് വന്നിരിക്കുന്നത്? ഒരു മെച്ചപ്പെട്ട ഭാരതം ഉണ്ടാക്കാൻ, ഒരു മെച്ചപ്പെട്ട കേരളം ഉണ്ടാക്കാൻ. അതിനുവേണ്ടി ഭാവിയെക്കുറിച്ച് ചിന്തിക്കണം. നമ്മൾ ഇന്നത്തെ കാര്യങ്ങളും ഇന്നത്തെ വിഷയങ്ങളൊന്നുമല്ല വേണ്ടത്. നമുക്ക് ആവശ്യമുള്ളത് ടുമോറോ സൊല്യൂഷൻ. അതാണ് ഈ യുവാക്കളെ കാണുമ്പോൾ. വിദ്യാർത്ഥികൾ, ജനപ്രതിനിധികൾ തുടങ്ങിയവർ സംവാദത്തിൽ പങ്കെടുത്തു. സ്ഥാനാർത്ഥിയുടെ കുടുംബവും ചർച്ചയിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.